റഷ്യയുടെ അതിമാരകമായ ഒറഷ്നിക് മിസൈൽ ഇന്ത്യയിലേക്ക് എത്താൻ പോകുന്നു. ഇന്ത്യ സ്വന്തമാക്കാൻ പോകുന്നു. ഈ ഒറഷ്നിക് മിസൈലിനെ പറ്റി പ്രത്യേകം ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. റഷ്യ ഉക്രൈൻ സംഘർഷത്തിലെ ഒരു കേന്ദ്ര ബിന്ദുവായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഈ മിസൈൽ. ഉക്രൈനെ ആക്രമിച്ച റഷ്യയുടെ അതിമാരകമായ മിസൈലാണ് ഈ ഒറഷ്നിക് മിസൈൽ. ആധുനിക യുദ്ധത്തിലെ ഗെയിം ചേഞ്ചർ എന്ന പ്രശസ്തി നേടിയിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒറഷ്നിക് മിസൈൽ. ഇതിന്റെ സ്റ്റെൽത്ത്, സ്പീഡ്, അഡ്വാൻസ്ഡ് ഗൈഡൻസ് സിസ്റ്റങ്ങൾ എന്നിവ എതിരാളികളെ നേരിടാൻ അസാധാരണമായ വെല്ലുവിളികളാണ് ഇതിന് നൽകുന്നത്. ഈ മിസൈലിനെതിരായ ഒരു പ്രതിരോധ സംവിധാനവും ലോകരാജ്യങ്ങൾ ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല എന്നും പറയുന്നു. 2011 മുതൽ പരീക്ഷിച്ച ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലായ റഷ്യയുടെ RS-26 റുബേഷ് മിസൈലിന്റെ ഒരു മാറ്റമാണ് ഇതെന്നാണ് അമേരിക്കക്കാർ പറയുന്നത്. ഈ മിസൈലിന് ഏകദേശം 3410 മൈൽ ദൂരം പറക്കാൻ കഴിയും. യൂറോപ്പിന്റെ ഭൂരിഭാഗവും വരെ എത്താൻ ഇതിന് സാധിക്കുമത്രേ. ബ്രിട്ടൻ ആസ്ഥാനമായുള്ള പ്രതിരോധ രഹസ്യാന്വേഷണ സ്ഥാപനമായ ജെയിനിലെ അനലിസ്റ്റായ നിക് ബ്രൗൺ പറഞ്ഞത് യൂറോപ്പിലെ സംഘർഷങ്ങളിൽ ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ദൈർഘ്യമേറിയ ആയുധമാണ് ഇതെന്നാണ്. ഇതിന് 6 യുദ്ധമുനകൾ വരെ വഹിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഈ മിസൈലിന് ഡസൻ കണക്കിന് ഹോമിംഗ് വാർഹെഡുകളും വഹിക്കാൻ കഴിയുമത്രേ. സൂര്യന്റെ ഉപരിതലവുമായി താരതമ്യപ്പെടുത്താവുന്ന 4000 ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ വരെ ഇത് പ്രവർത്തിക്കുമത്രേ. ആണവ മലിനീകരണത്തിന് കാരണമാകാതെ ആഴത്തിൽ സംരക്ഷിത ലക്ഷ്യങ്ങളിലേക്ക് തുളച്ചു കയറാനുള്ള കഴിവും ഇതിനുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ആണവ പോർമുനകൾ ഘടിപ്പിക്കാമെന്നും വിദഗ്ധർ പറയുന്നു. മാക് 10 കൂടുതൽ ഉയർന്ന വേഗതയാണ് ഈ മിസൈലിനുള്ളത്. അതുകൊണ്ട് തന്നെ നിലവിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇതിനെ തടസ്സപ്പെടുത്താൻ സാധിക്കുകയില്ല. റഷ്യ ഈ മിസൈൽ ഉപയോഗിച്ച് ഉക്രൈനിൽ ആക്രമണം നടത്തിയപ്പോൾ വെറും 15 മിനിറ്റിനുള്ളിൽ ഡിനിപ്രോയിലേക്ക് മിസൈൽ 800 കിലോമീറ്റർ പിന്നിട്ടു എന്നാണ് പറഞ്ഞത്. അതായത് മാക് 11-ലധികം ടെർമിനൽ വേഗത ഈ മിസൈൽ കൈവരിച്ചു. ഒരു ഇന്റർമീഡിയറ്റ് റേഞ്ച് മിസൈൽ എന്ന നിലയിൽ ഒറഷ്നിക് യൂറോപ്പിലുടനീളം ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ കഴിയും. 2023 പുടിന്റെ ഉത്തരവുകൾക്ക് കീഴിൽ വികസിപ്പിച്ചെടുത്ത ഇത് സോവിയറ്റ് കാലഘട്ടത്തിലെ നവീകരണത്തെക്കാൾ ഒരു ആധുനിക നവീകരണമായാണ് വിശേഷിക്കപ്പെടുന്നത്. ഇതിന്റെ സീരിയൽ നിർമ്മാണവും ആരംഭിച്ചതായി പറയുന്നുണ്ട്. എന്നാൽ ഇതിന്റെ ചില പ്രോട്ടോടൈപ്പുകൾ മാത്രമേ റഷ്യയുടെ കൈവശമുള്ളൂ എന്നാണ് ഉക്രൈന്റെ ചില ഇന്റലിജൻസ് വിശ്വസിക്കുന്നത്. റഷ്യയുടെ സ്പുട്നിക് ഇന്ത്യക്ക് അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ഉത്തംകുമാർ ദേവനാഥ് റഷ്യയുടെ ഒറഷ്നിക് മിസൈലിന് സമാനമായ ആയുധ സംവിധാനം ഏറ്റെടുക്കുന്നതിനോ വികസിപ്പിക്കുന്നതിനോ ഉള്ള ഇന്ത്യൻ സായുധ സേനയുടെ സാധ്യതകളെ എടുത്തു കാണിച്ചു. യുദ്ധഭൂമിയിൽ ഈ മിസൈലിന് ഉണ്ടാക്കിയേക്കാവുന്ന നാശനഷ്ടങ്ങളും അതിന്റെ കണ്ടെത്തലുമായി ബന്ധപ്പെട്ട അസാധ്യമായ ഘടകവും കണക്കിലെടുക്കുമ്പോൾ സമീപഭാവിയിൽ അത്തരമൊരു ആയുധ സംവിധാനം സ്വന്തമാക്കാൻ ഇന്ത്യൻ സായുധ സേന തീർച്ചയായും താല്പര്യപ്പെടുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. റഷ്യയും ഉക്രൈനും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിന്റെ ചലനാത്മകതയും നാറ്റോയുടെ പ്രതികരണവുമെല്ലാം ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ഒറഷ്നിക് മിസൈൽ പോലുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ വിന്യാസം യുദ്ധത്തിന്റെ ഭാവിയെക്കുറിച്ചും അത്യാധുനിക മിസൈൽ സംവിധാനങ്ങൾ യുദ്ധതന്ത്രങ്ങളെ എങ്ങനെ പുനർനിർമ്മിക്കുന്നു എന്നതിനെ കുറിച്ച് വിലപ്പെട്ട ഉൾക്കാഴ്ചകളാണ് നൽകുന്നത്. അദ്ദേഹം പറയുന്നത് നമ്മുടെ DRDOയും ISROയും ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനങ്ങൾക്ക് സമാനമായ മിസൈൽ സംവിധാനം തദ്ദേശീയമായി വികസിപ്പിക്കാനുള്ള സാങ്കേതിക വൈദഗ്ധ്യം ഉണ്ട് എന്നാണ്. ഹൈപ്പർസോണിക് ടെക്നോളജി, സ്റ്റെൽത്ത്, മിസൈൽ ഗൈഡൻസ് സിസ്റ്റങ്ങൾ എന്നിവയിലെ DRDOയുടെ മുന്നേറ്റങ്ങളും പ്രൊപ്പൽഷനിലും സാറ്റലൈറ്റ് നാവിഗേഷനിലുമുള്ള ISROയുടെ വൈദഗ്ധ്യവും അത്തരമൊരു പദ്ധതിക്ക് ശക്തമായ അടിത്തറയിടും. അതുപോലെ തന്നെ റഷ്യയുടെയും ഇന്ത്യയുടെയും സംയുക്ത സംരംഭത്തിലൂടെ വികസിപ്പിച്ച ലോകരാജ്യങ്ങളിലേക്കെല്ലാം ഇപ്പോൾ കയറ്റി അയക്കുന്ന ഇന്ത്യയുടെ വിജയ മന്ത്രമായ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ, ബ്രഹ്മോസ് മിസൈൽ ഉൾപ്പെടെയുള്ള പ്രതിരോധ പദ്ധതികളിൽ റഷ്യയുമായി സഹകരിച്ച ചരിത്രവുമാണ് ഇന്ത്യക്കുള്ളത്. സമാനമായ പങ്കാളിത്തം ഇന്ത്യക്കായി ഒറഷ്നിക് പോലുള്ള സംവിധാനത്തിന്റെ വികസനം ത്വരിതപ്പെടുത്തും. അതായത് റഷ്യയുമായി ശക്തമായ പ്രതിരോധ ബന്ധങ്ങൾ പ്രയോജനപ്പെടുത്തി റഷ്യയുമായി ഒരു സംയുക്ത സംരംഭം ഇന്ത്യക്ക് പര്യവേഷണം ചെയ്യാനും സാധിക്കുമെന്നാണ് അദ്ദേഹം നിർദ്ദേശിക്കുന്നത്. ഇതിനു പകരമായി വിജ്ഞാനം പങ്കിടൽ കരാറുകൾ ഉപയോഗിച്ച് ഇന്ത്യക്ക് ഇതിന്റെ തദ്ദേശീയ വികസനം പിന്തുടരാനുമാകും. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ പരസ്പരം സഹകരിച്ചോ അല്ലെങ്കിൽ ഇന്ത്യ തദ്ദേശീയമായോ ഒറഷ്നിക് പോലെയുള്ള ഒരു മിസൈലോ ഇല്ലെങ്കിൽ ഇതിലും മാരകമായ ഒരു മിസൈലോ നിർമ്മിക്കാനുള്ള വൈദഗ്ധ്യം ഇന്ത്യക്കുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. നിർമ്മിക്കാനുള്ള വൈദഗ്ധ്യം മാത്രമല്ല, ഇന്ത്യ അത് വികസിപ്പിച്ചെടുക്കും എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് തരിക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.